ഇവിടാന്നോടാ നീ താമസിക്കുന്നത്? പെടലേക്ക് താമസിക്കാൻ ഞാൻ എന്താ വിക്രമാദിത്യന്റെ വേതാളാവും? ഞാൻ വന്ന് കേറാഞ്ഞിരുന്നല്ലോടാ വേതാളമേ എന്നെ ആക്രമിക്കാനായിട്ട്. നല്ല സ്ഥലം, നല്ല ക്ലമന്റാ. ക്ലമന്റോ? ക്ലൈമാക്സാ. വന്നപ്പോഴേ അടുത്ത തീർപ്പ് വന്നു. അല്ല മറ്റേ നല്ല ക്ലൈമറ്റ്. ജനുവരി മാസമല്ലേ, അതല്ലേ മാവാ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാമായിരുന്നു മാവാ? ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാ വന്ന്. ആന്തരം ഗൂഗിൾ മാപ്പ് നോക്കിയത് അവിടെ നാലിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തില്ല. എടാ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോഴേ ആ പെങ്കൊച്ചിന്റെ സൗണ്ട് കേട്ടോണ്ട് വരെ എന്തോ സുഖമാണെന്നറിയാമോ. കുറെ നേരം ഞാൻ വഴി തെറ്റിച്ചു നിന്ന് കേട്ട് സുഖിക്കാനായിട്ട്. ഞാനേ അമ്മയെ കൂടെ കൊണ്ടുവരണമെന്ന് വിചാരിച്ച, പക്ഷെ അവക്ക് തണുപ്പ് പിടിക്കത്തില്ല. എന്നാ ഒരു ചൂട് കമ്പി വലിപ്പിച്ച് അമ്മയുടെ കൈ കൊടുക്കാം, അത് പിടിച്ചോണ്ടിരിക്കട്ടെ. ഇപ്പൊ മണ്ണറിഞ്ഞ് അടിച്ചടിച്ച് താക്കുവാണല്ലോ. അമ്മായി എന്തിയാ മാവാ? അമ്മായി അവള് വീട്ടിലുണ്ട്. വീട്ടിലുണ്ടോ? എന്തോ സുഖിച്ചില്ല, ഞാൻ പറഞ്ഞു പറഞ്ഞോടാ. അതല്ലേ ചോദിച്ചാ, അമ്മയെ കണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. അമ്മയൊക്കെ വരും. പിന്നെ ഈ വഴികോട്ടൊക്കെ എന്താണോ ഇവിടെ ഇരിക്കാൻ സോഫ സെറ്റ് ഒന്നും ഇല്ലയോടോ? ശോഭാ സിറ്റി അങ്ങ് തൃശ്ശൂരല്ലയോ? സോഫ സെറ്റിയുടെ കാര്യമാണോ പറഞ്ഞത്? ഇരിക്കാനായിട്ട് സോഫ സെറ്റി ഒന്നും ഇല്ലയോന്ന്? ഞങ്ങൾ പാമ്പ് പിടിച്ചല്ലേ അമ്മ, കസറയിൽ ഇരിക്കാൻ. അയ്യോ കസര ഇരിക്കാൻ പറ്റത്തില്ല. എന്താ? തേച്ച് വടി പോലാക്കി എന്റെ പാന്റ് ഒടിയും. അയ്യോ, അപ്പൊ പിന്നെ വീട്ടിൽ ചെന്ന് ഊരി വെക്കത്തില്ലയോ? ഇല്ല, ഊരി ഭിത്തിയെ ചാരി വെക്കും ഞാൻ. എന്താടാ നിനക്ക്? ഒരു കാര്യം പറയാം. പിന്നെന്താ വിശേഷമൊക്കെ? വിശേഷമൊന്നുമില്ല, കുറെ നാളായില്ലയോ നിങ്ങളെയൊക്കെ ഒന്ന് കാണണം. സഹകരണമൊന്നും ഇല്ലായിരിക്കുമല്ലായിരുന്നോ? അതാ ഞാൻ പറയാൻ വരുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, എന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞു. അമ്മയൊക്കെ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ച അമ്മ പണ്ട് വയ്ക്കാണ്ട് പോയില്ലേ അമ്മോനെ? എടാ നമ്മുടെ തറവാട്ടിൽ ആർക്കെങ്കിലും സർക്കാർ ഉദ്യോഗം ഉണ്ടോ? നമ്മുടെ തറവാട്ടിൽ ആകെയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. 23-ാമത്തെ വയസ്സിൽ KSEB കയറിയതാ ഞാൻ. അന്നേരം എനിക്ക് ഭയങ്കര ഗമയായി. പിന്നെ ഈ ഗമയുള്ള ഞാൻ നിന്നെ പോലുള്ള പാവം പിടിച്ചോണ്ട് ഇതിന് വരാൻ പറ്റുമോ? വരണമെന്ന് വിചാരിച്ച, പക്ഷെ എന്റെ ഗമ സമ്മതിച്ചില്ല. സ്വന്തം പറഞ്ഞ സ്വഭാവം പറഞ്ഞറിയിക്കുന്ന അമ്മാനെ കെട്ടില്ലേ? എന്താന്ന്? അല്ല അമ്മാനെ നല്ല സ്വഭാവം പറഞ്ഞത്. പിന്നെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലയോ? കല്യാണം കഴിഞ്ഞു. എവിടുന്നാടാ പെണ്ണ്? ശാസ്താംകോട്ടേന്ന്. മൂത്താണോ ഇളയതാന്നു? ഞാൻ കുലുക്കി നോക്കിട്ടല്ല കൊണ്ടുവന്നത്. ഞാൻ തരുവാ. പിന്നെ സെറ്റപ്പ് ഒക്കെ ഉള്ള വീട്ടിലെ കൊച്ചാണോടോ? കുഴപ്പമില്ല, നമ്മളെ പോലൊക്കെ സാധാരണ ആൾക്കാരൊക്കെ തന്നെ. അവിടെ അച്ഛൻ എന്തേലും ഉണ്ടോ? അമ്മാവനുള്ളത് പോലെ എല്ലാം ഉണ്ട്. സർക്കാർ ജോലി. ആഹാ, അത് ശരി. ഞാൻ വന്നിട്ട് 10-15 മിനിറ്റ് ആയി. അവള് തോണ്ടാ ഭിത്തിയെ ചാരി എന്നെ നോക്കി നിൽക്കും. ഇങ്ങോട്ടൊന്നും വരത്തില്ലോടാ, അത്രയും ഗമയാന്ന് നമുക്ക്. അത് അവളല്ല. പിന്നെ ഇവിടെ തറ കിടക്കുന്ന മോപ്പ് കഴുകിട്ട് ഭിത്തിയെ ചാരി വെച്ചേക്കുവാ. അതെങ്ങനെ ചീരിക്കമ്പെ താരി ഇട്ടാൽ അവിടെ നിന്ന് മാറാത്ത കക്ഷിയായിരിക്കുന്നത്. അവളെ ഇങ്ങോട്ട് വിളി. കുട്ടിയെ, ഇതാരാ വന്നേക്കുന്ന നോക്കിയത്? ഇത് ഞാൻ പിന്നെ പറയത്തില്ലേ, ഇവളെന്താ കാണിക്കോടാ പറയുന്നത്? നാണക്കാരിയാ, ഭയങ്കര നാണക്കാരിയാ. ആണോ? 28-ാമത്തെ ലോക്കേറ്റാ തിന്ന് തീർക്കുന്നത്. വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോടി നിനക്ക്? അതെവിടാ ശബ്ദം കേട്ടെ? അവള് പറഞ്ഞു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇതിന്റെ താഴ ശബ്ദം ഇവിടെ ഞാൻ കേൾക്കുന്നത്. അമ്മാവ പഠിത്തമുണ്ട്. എന്താ പഠിച്ചതാ? അതാ ചോദിച്ചാ എന്തോന്ന്? M.Com അങ്ങനെ ഇതൊന്നും കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. നീ എന്താ വരെ പഠിച്ചാടാ? 10-ാം ക്ലാസ് വരെ പഠിച്ചു. പാസ്സായിരുന്നു? ഇല്ല, ഫിസിക്കിന് പോയി. ഏത് സ്കൂളിലാടാ ഫിസിക്സ് ഒരു സിലബസ് ആയിട്ട്? നീ ജോലിക്കൊന്നും പോകുന്നില്ലോടി? എങ്ങനെ ഇതുപോലെ ആരെങ്കിലും വരുമ്പോ മണ്ടത്തരം പറയുമ്പോ തർജ്ജമ ചെയ്യാൻ ഞാൻ വേണ്ട. പിന്നെ ഞാന് ഇപ്പൊ ഈ സമയമില്ലാത്ത സമയത്ത് എനിക്ക് സമയമില്ല. എനിക്ക് ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്ത ഒരാളുണ്ട്, അയാൾക്കൂടെ ഒന്ന് കാണണം. ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താ. ആ പുള്ളിക്കാരനെ ചിലപ്പോ എനിക്ക് അറിയാം. നിനക്കറിയായിരിക്കും, 1 മിസ്റ്റർ പ്രഭാകരൻ. അല്ല, എനിക്കറിയാൻ വഴിയില്ല. അവനൊരു ചേട്ടനുണ്ട്. 1.5 മീറ്റർ ഗോപാലനാണ്. 1.5 മീറ്ററോ? അല്ല, 1 മീറ്റർ. 1 മീറ്റർ എന്നല്ല, 1 മീറ്റർ റെസ്പെക്റ്റോടെ പറഞ്ഞു അടുത്തോണ്ട് കയറണം. പിന്നെ അമ്മാവനൊരു പ്രത്യേകത ഉണ്ട്, അറിയാം? എനിക്കറിയാം. എഴുതുമ്പോ 2 മാ ഇങ്ങനെ പിടഞ്ഞു കിടക്കുന്നില്ലേ അമ്മാവൻ? അതല്ലെന്ന്. കൂടംകുളം പദ്ധതി കേട്ടിട്ടുണ്ടോ? കൂടംകുളം പദ്ധതി തുടങ്ങുന്ന സമയത്ത് അമ്മാനാട് കൂടിയാണ് എന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇപ്പൊ എന്താ അമ്മ പിന്നെ അതിനെപ്പറ്റി എന്തോന്നും അറിഞ്ഞില്ലല്ലോ അമ്മ? ഇല്ലടാ, പകുതിയായപ്പോ എന്നെ അതിനകത്തൊന്നും മാറ്റിയില്ലേ? അതെന്താ? ഞാൻ കൂടി അത് കുളമാവെന്നും പറഞ്ഞു. എങ്ങനെ കുളമാതിരിക്കും? പുഴുങ്ങിയ മുട്ടയാന്ന് പറഞ്ഞ് വെളുത്ത സീറോ ബൾബ് എടുത്ത് വിഴുങ്ങിയ വിരുദ്ധനായി നിൽക്കുന്നത്. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് വയറ് കീറിയപ്പോഴേ ബൾബിന്റെ കൂടെ ഒരു സ്പാനറ്, ഒരു പ്ലെയർ, ഇതൊക്കെ എന്തിനാ അമ്മ എടുത്ത് വിഴുങ്ങിയത്? അത് ഇടുക്കിന് സ്ഥലം മാറിപ്പോയപ്പോഴേ ടൂൾസ് ഇടാൻ ബാഗ് സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് വിഴുങ്ങിയതാ. അമ്മ നേരത്തെ എവിടെ ആയിരുന്നു? ഞാൻ 2018 കക്കി. അത് കഴിഞ്ഞ് വാ കഴിയായിരുന്നു. 2018 കക്കി എന്ന് പറഞ്ഞു. കക്കി ഡാമിലെ പവർ ഹൗസിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു നീ. പിന്നെ എന്തോ നോക്കുന്നേ? അല്ല, ഇടുക്കി ഡാം അങ്ങനെ വിഴുങ്ങിയ നോക്കിയതായിരുന്നു. സ്റ്റോക്ക് ബൈക്ക് കുറുക്കിരുന്നുണ്ട്, അല്ലെ അത് ഞാൻ വിഴുങ്ങിയേനെ. ഞാന് എന്റെ സപ്താഹമാണ്. ഇതേത് അമ്പലത്തിലെ വിഗ്രഹമാണ് വന്നിരിക്കുന്നത്? അല്ല, മറ്റേ 70 വയസ്സാകുമ്പോ ഉള്ളേ ചപ്പതി. എന്തുവാ ചത്തടി? എന്നല്ല, സപ്തതിയാണ്. മാർച്ച് 7-ാം തീയതി. എന്നാ? മാർച്ച് 7-ാം തീയതി. പിന്നെ അത് കഴിഞ്ഞ് വലിയൊരു ആഘോഷം വരുന്നുണ്ട്. എന്താ? 90-ാം വയസ്സിൽ എന്റെ നവതി. അത് കഴിഞ്ഞ് നമുക്ക് ഒരാഴ്ച അവധി. അങ്ങനെ പോവല്ലേ ആ വഴിക്ക്? ഒരൊറ്റ അടി തന്ന ഇപ്പൊ അവധി നീ എടുക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങ് വരണം, അത് പറയാനെ കൊണ്ടാ ഞാൻ വിളിച്ചത് കേട്ടോ. പോവാന്ന്. പിന്നെ കുഞ്ഞിനെ കാണുന്നില്ലേ?
പറഞ്ഞ നിനക്ക് കുഞ്ഞിന്റെ കാര്യം ഞാൻ മറന്നുപോയടാ. ഉറക്കവാ. ആരുടെ ഷേപ്പാന്ന് മനസ്സിലായോ? ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഫ്രണ്ട് വശം. എന്റെ മുഖത്തിന്റെ അല്ല, കൊച്ചിന്റെ ആരുടെ ഷേപ്പാന്ന് തോന്നിയോ? എന്റെ അമ്മയുടെ ആണോ? എന്തോടെ പേര്? TN താര. അയ്യോ, കുഞ്ഞുള്ള കാര്യം അറിഞ്ഞില്ല. ഇപ്പൊ എന്തുവാ ഇവനൊക്കൊന്ന് കൊടുക്കുന്ന എന്തുവാ? മതി മതി. സിബ് ഊരുന്ന ശബ്ദം കേൾപ്പിച്ചു. ഇനി പ്ലാസ്റ്റിക് പൈപ്പ് അമ്മാൻ ഇറങ്ങുക പറഞ്ഞേ. പോലെ എന്തോടാ ചോറിനിട്ട് പോകാൻ അവക്ക് ആദ്യം കൂടെ കല്ല. അവൻ നിന്റെ ചെവി കടിച്ചു കുറച്ച്. അതല്ലേ അമ്മ ചോറ് കഴിച്ചിട്ട് പോയാൽ ഇത്ര നാളായിട്ട് വരാതിരുന്നു. ചോറോ? 2 പറ്റ് മതി. ഊനൂറും പാന്നോ ഇത് 2 പറ്റി ചോറ് ചെയ്താൽ പറ്റി. ഞാനങ്ങനെ അധികം കഴിക്കാറില്ല. അതാ അമ്മ കഴിച്ചിട്ട് പോയാൽ എനിക്കടി വരുന്ന വഴിക്ക് ഒരു ദിൽക്കുഷ് തിന്നായിരുന്നു. ദിൽക്കുഷേ തിന്നായിരുന്നു വരുന്ന വഴിക്ക്. ഇരുന്നട്ടെ, നവിയും കൂടി ഇരിക്കും. എന്താ 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 പയ്യോ കുറെ നാളായാലും ഇടിഞ്ഞിട്ടൊക്കെ വന്നിട്ട് അതിന് സങ്കടമാണെന്നോ? എന്റെ പ്ലേറ്റ് ഡിസൈൻ ഇല്ല, ഇവന്റെ പ്ലേറ്റ് ഡിസൈൻ. മതി 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 മതി. കറി കറി എല്ലാം ഞാൻ ഉണ്ടാക്കിയത്. എന്തേലും പോരായ്മ ഉണ്ടെ പറയണേ. മീൻ ഇറച്ചിയൊന്നും ഇല്ലോടാ? ഇല്ല മീൻ ഇറച്ചിയൊന്നും ഇല്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാ കഴിക്കുന്നത്. ഞാൻ ഇടുക്കി നിന്ന സമയത്ത് വെടിയിറച്ചിയുണ്ട്. അവിടെ വെടിവെക്കുമ്പോ ഇറച്ചിയാന്ന്, ഇവിടെ വെടിവെക്കുമ്പോ ശബ്ദം വന്നല്ലേ. പിന്നെ എനിക്കെന്തോ ഈ നോൺ വെജ് ഇല്ലാതെ ഇറങ്ങത്തില്ല. അതാ മുട്ട വറുത്ത് മുട്ട ഓംലെറ്റ് എടുത്ത് കൊടുക്കുക. നവിയും കൂടെ ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ അല്ലെങ്കിൽ കൈ അങ്ങോട്ട് ഇടുമ്പോ ഇവിടെ വിളിക്കും. ഇവക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയില്ല. പഠിപ്പിക്കണോ? അവിടുത്തെ പിള്ളേർക്ക് അറിയില്ലടാ. കഴിക്കണേ കഴിക്കേ. ഉണ്ടാക്കി വെച്ചേക്കോ രുചിയില്ലാതെ. ഈ സൈഡിൽ കിടക്കാം, അങ്ങോട്ട് പോകുമ്പോ ഇങ്ങേ സൈഡിൽ നിറക്കാം. കുഞ്ഞെഴുന്നേറ്റ് കരയുന്നു. അമ്മാവാ സാരമില്ല, വിശന്നിട്ടായിരിക്കും, വരുവാ. ആണോ? കുഞ്ഞുങ്ങളൊക്കെ വിശന്നിരിക്കുന്ന കണ്ടാല് ഒരു കഷ്ടമെന്ന് പറയാം. സഹിക്കുവോ? കരയല്ലേ കരയല്ലേ. ഇച്ചിരി തരാം അല്ലേ? ഇച്ചിരി തരാം. കുഞ്ഞുങ്ങളൊക്കെ എന്തൊരു കഷ്ടപ്പാടെ വിശന്ന് സഹിക്കത്തില്ല എനിക്ക് കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്നേ. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. നിറഞ്ഞോ? ഇനിയും വേണോ?